ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് കുന്നംകുളം. നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ നീക്കം. ജനസംഖ്യാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം അനിവാര്യമെന്ന ഘട്ടത്തിലാണ് നടപടി. സർക്കാർ സ്കൂളുകളിൽ യൂണിഫോമും പാഠപുസ്തകവും എത്തിയെങ്കിലും വിതരണം ആരംഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ. വേലൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 4 ആടുകൾ ചത്തു. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ തെരുവുനായ്ക്കൾ പോത്തിൻകുട്ടിയെ കടിച്ചുകൊന്നു. തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വൈശാഖമാസത്തിലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം നടത്തുന്നതിനായാണ് സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം തീരുമാനിച്ചത്. വാർത്തകൾ വിശദമായി. സർക്കാർ സ്കൂളുകളിൽ യൂണിഫോമും പാഠപുസ്തകവും എത്തിയെങ്കിലും വിതരണം ആരംഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ. വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം കഴിഞ്ഞ ആഴ്ചകളിൽ സ്കൂളുകളിലെത്തിയെങ്കിലും വിതരണം ചെയ്യേണ്ടെന്നാണ് നിർദ്ദേശം. ഇത്തവണ മാറ്റമുള്ള 1, 3, 5, 7, 9 ക്ലാസുകളിലെ പുതിയ പാഠപുസ്തകങ്ങളും വിതരണം ചെയ്തിട്ടില്ല. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിതരണം നീളുന്നത് കുട്ടികളെയും രക്ഷിതാക്കളെയും ദുരിതത്തിലാക്കും. മുൻ വർഷങ്ങളിൽ മാർച്ചിലും ഏപ്രിലിലും യൂണിഫോം തുണി എത്താറുണ്ടെങ്കിലും ഇത്തവണ വൈകി. സ്കൂളുകൾക്ക് ലഭിച്ച തുണി വിവിധ ക്ലാസുകളിലെ കുട്ടികൾക്ക് സർക്കാർ നിശ്ചയിച്ച അളവനുസരിച്ച് മുറിച്ചു വെക്കുന്നുണ്ടെങ്കിലും കൊടുത്തു തുടങ്ങിയിട്ടില്ല. പുതിയ പാഠപുസ്തകങ്ങളും യൂണിഫോം തുണിയും നിർദ്ദേശം വന്നതിനു ശേഷം വിതരണം ചെയ്താൽ മതിയെന്നാണത്രേ സ്കൂളുകളെ അറിയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യൂണിഫോം പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താൻ തടസ്സമുണ്ട്. ഇതാണ് വിതരണം വൈകുന്നതിന് കാരണമായി പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 വരെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ജൂൺ 3-നാണ് സ്കൂൾ തുറക്കുന്നത്. പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിനു ശേഷമാണ് വിതരണമെങ്കിൽ പുത്തൻ യൂണിഫോം അണിയാൻ കുട്ടികൾ പിന്നെയും ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരും. യൂണിഫോം, പാഠപുസ്തകം എന്നിവയുടെ വിതരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് അധ്യാപക സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ മന്ത്രി അറിയിച്ചിരുന്നെങ്കിലും എന്ന് നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. യൂണിഫോം തുണി നേരത്തെ വിതരണം ചെയ്തില്ലെങ്കിൽ സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാകാനും വൈകും. സ്കൂളിൽ പുതുതായി ചേരുന്ന കുട്ടികളെയാണ് യൂണിഫോം പ്രശ്നം ഏറെയും ബാധിക്കുക. അതത് സ്കൂളുകളിൽ മുൻ വർഷം പഠിച്ചിരുന്നവർക്ക് പഴയ യൂണിഫോം ധരിക്കാമെങ്കിലും നവാഗതർ യൂണിഫോം തയ്ച്ചു കിട്ടുന്നതുവരെ കാത്തിരിക്കണം. CCTV ന്യൂസ്, പുന്നയൂർകുളം. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ സന്ദർശനം നടത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. സ്കൂൾ പ്രധാന അധ്യാപിക KA സുജിനിയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അധ്യയന വർഷത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. ക്ലാസ് മുറികളിലും ശലഭ പാർക്കിലും സന്ദർശനം നടത്തുകയും ശുചിത്വ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ജില്ലയിലെ മികച്ച സ്കൂളുകളിലൊന്നാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ. മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമുള്ള സ്കൂളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 634 കുട്ടികളാണ് പഠനം നടത്തിയത്. ഈ വർഷവും വലിയ തിരക്കാണ് പ്രവേശനത്തിന് അനുഭവപ്പെടുന്നത്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ നീക്കം. ജനസംഖ്യാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം അനിവാര്യമെന്ന ഘട്ടത്തിലാണ് നടപടി. പുതിയ വാർഡുകൾക്ക് മാത്രമാണ് ആലോചന. പുതിയ തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിക്കാൻ തീരുമാനമില്ല. 2011 സെൻസസ് പ്രകാരമുള്ള വാർഡ് വിഭജനത്തിനാണ് സർക്കാർ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂട്ടുന്നതിനാണ് ധാരണ. വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. അതേസമയം കരട് തയ്യാറായി നിയമനിർമ്മാണത്തിലേക്ക് പോകുമ്പോഴേക്കും ചർച്ചയുണ്ടായില്ലെന്ന പരാതിയിലാണ് പ്രതിപക്ഷം. നിർണായക തീരുമാനത്തിന് പ്രതിപക്ഷവുമായി കൂടിയാലോചന ഉണ്ടായില്ലെന്നും തീരുമാനം സർക്കാർ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്നുവെന്നും പ്രതിപക്ഷം പരാതി ഉന്നയിക്കുന്നു. 2011 അവസാനമായി വിഭജനം ഉണ്ടായത്. 2015 ഭാഗികമായും പുനർനിർണയം നടന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ ഡിലിമിറ്റേഷൻ കമ്മീഷനാണ് ചുമതല.
പ്രതിപക്ഷം പരാതി ഉന്നയിക്കുമ്പോഴും ഭരണപരമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് സർക്കാർ വിശദീകരണം. വാർഡ് വിഭജന നടപടികളിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവരുമായും ചർച്ചയുണ്ടാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. 1200 വാർഡുകളാണ് പുതുതായി വരുന്നത്. പക്ഷേ പുതിയ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ രൂപീകരിക്കാൻ ഉദ്ദേശമില്ല. വാർഡുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി ഭാരിച്ച ചെലവ് കൂടിയാണ് സർക്കാരിനുണ്ടാവുക. അംഗങ്ങളുടെ ഓണറേറിയം ഇനത്തിൽ പഞ്ചായത്ത് തലത്തിൽ മാത്രം പ്രതിമാസം 75 ലക്ഷത്തോളം രൂപ അധികം വേണ്ടിവരും. അടുത്ത വർഷം ഡിസംബറിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ്. സിസിടിവി ന്യൂസ്, കേച്ചേരി. അകലാട് ആംബുലൻസ് ഡ്രൈവറെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. എടക്കഴിയൂർ കുന്നത്ത് വീട്ടിൽ മമ്മുണ്ണി മകൻ 35 വയസ്സുള്ള ജാബിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. ബൈക്കിൽ എത്തിയ ജാബിർ അകലാട് നബവി ആംബുലൻസ് ഓഫീസിലെത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡ്രൈവർ സാദിഖിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. സംഭവത്തിൽ ഓൾ കേരള ആംബുലൻസ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ സോണൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. ആക്രമിക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് ഗുരുവായൂർ സോണൽ സെക്രട്ടറി RH ഹുസൈൻ ആവശ്യപ്പെട്ടു. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റും മത്സ്യമാർക്കറ്റ് INTUC തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റുമായ വൈശ്ശേരി ചെറുപനയ്ക്കൽ വാറു മകൻ ജാക്സൺ നിര്യാതനായി. 58 വയസ്സായിരുന്നു. അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഭൌതിക ശരീരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ വീട്ടിലെത്തിക്കും. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3-ന് കുന്നംകുളം ആർത്താട്ട് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം നഗരസഭ മുൻ കൌൺസിലറായ ഷിജി ജാക്സൺ ഭാര്യയാണ്. വരുൺ, ജിസില എന്നിവർ മക്കളാണ്. ജിൽജോ മരുമകനാണ്. കുന്നംകുളം നഗരത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 4 വയസ്സുകാരിയെ പോലീസ് കണ്ടെത്തി. പാവർട്ടിയിൽ നിന്നാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ ജിഷിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് നാണോടി വിഭാഗത്തിൽപ്പെട്ട നിലവിൽ തൃശൂരിൽ താമസക്കാരായ ഷെമീറയുടെ മകൾ 4 വയസ്സുള്ള അതുല്യയെ തട്ടിക്കൊണ്ടുപോയത്. ബുധനാഴ്ച വൈകിട്ട് 6:30ഓടെയായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് തൃശൂരിലേക്ക് പോകുന്നതിനായി കുന്നംകുളത്തെത്തി സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനിടെ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ പിതാവാണ് കൊണ്ടുപോയതെന്ന് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നുവെന്നും പറയുന്നു. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ നഗരത്തിലെ CCTV ക്യാമറകളും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇടിമിന്നലിൽ കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീശന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും നാശനഷ്ടമുണ്ടായത്. സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് വീടിന് വിള്ളൽ സംഭവിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീട്ടുകാർക്ക് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായതായി പറയുന്നു. സതീശന്റെ മകൾ കോളേജ് വിദ്യാർത്ഥിനിയായ അനശ്വര ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തീ പിടിക്കുകയും വലതുകാലിൽ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സതീശന്റെ അമ്മ ജാനകി, ഭാര്യ സുബിത എന്നിവർക്കും ചെറിയ പരിക്കുണ്ട്. മരപ്പണിക്കാരനായ സതീശൻ ജോലി ആവശ്യാർത്ഥം കൊല്ലത്തും മകൻ അക്ഷയ് പഠനത്തിന് എറണാകുളത്തുമായിരുന്നു. വീട്ടിലെ വൈദ്യുതി സംവിധാനം തകരാറിലായി. വിവരമറിഞ്ഞ് ദേശമംഗലം പഞ്ചായത്ത് മെമ്പർ P. പുഷ്പജ വീട് സന്ദർശിച്ചു. ഉള്ളിലേക്ക് അമ്മ വേഗം ആയോ, നല്ല മിന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കട്ടിലുമ്പോൾ കയറി ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് പൊട്ടിത്തെറിഞ്ഞു. പൊട്ടി ആകെ പുക മയായി. അവിടെ കണ്ണും കാണാനില്ല, ചെവിയൊക്കെ കൊട്ടിയടച്ച് നാവ് പൊങ്ങണില്ല, വർത്തമാനം പറയാൻ പറ്റാത്ത രീതിയിൽ. എന്താ ചെയ്യുന്നത്, ശരീരം ആകെ തളർന്നു. വീട്ടിലെ എല്ലാ സ്വിച്ച് ബോർഡും അടിച്ചു പോയി. മോളുടെ കാലിൽ ചെറിയ പരിക്ക് പറ്റി. ഈ വയറ് പൊട്ടിത്തെറിച്ച് വന്ന് തീകോള കത്തയ്ക്ക് വന്നു. പിന്നെ എൻ്റെ ചെവിയൊക്കെ ആകെ കേൾവി ശക്തി പോയിറക്കും. ചെവി ആകെ അടഞ്ഞ പോലെയാണ്. മോളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞത്. വൈശാഖ മാസത്തിലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം നടത്തുന്നതിനായാണ് സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത്. പൊതു അവധി ദിവസങ്ങളിൽ നിലവിലെ രാവിലെ 6 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണം ശനിയാഴ്ച മുതൽ വൈശാഖ മാസം അവസാനിക്കുന്ന ജൂൺ 6 വരെ തുടരാനാണ് തീരുമാനം. ഈ ദിവസങ്ങളിൽ ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കുന്നവർക്കുള്ള ദർശന സൗകര്യത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവായി. അതാത് സ്ഥാപന മേധാവികൾ തങ്ങളുടെ കാര്യാലയത്തിലെ ജീവനക്കാർക്ക് കൌണ്ടിംഗ് ഡ്യൂട്ടി ലഭ്യമായിട്ടുണ്ടോ എന്ന് ഓർഡർ സോഫ്റ്റ്വെയറിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് കളക്ടർ അറിയിച്ചു.
ഉത്തരവുകൾ ഡൗൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി ഓർഡർ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തണം. വോട്ടെണ്ണലിനുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം മെയ് 22 മുതൽ നടക്കും. ഡ്യൂട്ടി ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നും കളക്ടർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 5,39,06,162 രൂപയും 2 കിലോ 115 ഗ്രാം 400 മില്ലിഗ്രാം സ്വർണവും 13 കിലോ 130 ഗ്രാം വെള്ളിയും വഴിപാടായി ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 67 കറൻസിയും നിരോധിച്ച 1000 രൂപയുടെ 9 കറൻസിയും 500ന്റെ 42 കറൻസിയും ഉണ്ടായിരുന്നു. SBI ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ കിഴക്കേ നടയിലെ SBIയുടെ ഈ ഭണ്ഡാരം വഴി 2,56,933 രൂപയും ലഭിച്ചു. തൃശൂർ സിറ്റി പോലീസ് അറിയിപ്പ്. പരുത്തിപ്രയിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ അറുമുഖൻ എന്ന മുരുകന്റെ സംസ്കാരം വടക്കാഞ്ചേരി നഗരസഭ മങ്കര പൊതുശ്മശാനത്തിൽ നടത്തി. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നും ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനെ സമീപിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും തൃശൂർ സിറ്റി പോലീസ് അറിയിച്ചു. അപകട ഭീഷണിയായി മാറിയ കെട്ടിടം പൊളിച്ചു മാറ്റാതെ ഉടമ. റിപ്പോർട്ട് കാണാം ഇടവേളയ്ക്കു ശേഷം. വാർത്തയിലേക്ക്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വാഗ കോലാരിത്തോട് പാർശ്വഭിത്തി നിർമ്മാണം ആരംഭിച്ചു. പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയായ ശങ്കരൻ പരപ്പിൽ നിന്നും മൂക്കോലക്കുളം വരെയുള്ള കോലാരി തോടിന്റെ പടിഞ്ഞാറ് പാർശ്വഭിത്തിയാണ് കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ വാഗ കാക്കത്തുരുത്ത് പാടശേഖരത്തിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം സംരക്ഷിക്കാനാകും. സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ റീചാർജ് ചെയ്യുന്നതിനും സാധിക്കും. മറ്റം ആളൂർ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന മഴവെള്ളമാണ് കോലാരിത്തോട് വഴി മണച്ചാലിൽ എത്തിച്ചേരുന്നത്. കോലാരിത്തോടിന്റെ പാർശ്വഭിത്തി മറിഞ്ഞ് വെള്ളം ഒഴുകുന്നത് മൂലം പലപ്പോഴും കാക്കത്തുരുത്ത് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകാറുണ്ട്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യരവി, എളവള്ളി അസിസ്റ്റന്റ് എഞ്ചിനീയർ KV വിജിത എന്നിവർക്കാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല. തൃത്താല കൂടല്ലൂരിൽ 40ഓളം കുടുംബങ്ങൾ CPM വിട്ട് CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPM വിട്ടവർക്ക് ഈ മാസം 19-ന് കൂടല്ലൂരിൽ നടക്കുന്ന CPI പൊതുയോഗത്തിൽ സ്വീകരണം നൽകും. വിഭാഗീയ പ്രവർത്തനങ്ങളാണ് പാർട്ടി വിടാൻ കാരണമെന്നും പാർട്ടി വിട്ടവർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃത്താല കൂടല്ലൂർ CPM ലോക്കൽ കമ്മിറ്റിയിലെ ചില നേതാക്കൾ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലമൽക്കാവിലെയും കൂടല്ലൂരിലെയും ഉൾപ്പെടെ CPM നേതാക്കളും പാർട്ടി അംഗങ്ങളും പാർട്ടി വിട്ട് CPIയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPMനെ ദുർബലപ്പെടുത്തുവാൻ വ്യക്തികേന്ദ്രിതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തിരഞ്ഞെടുപ്പെന്നും ഇവർ ആരോപിച്ചു. ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് LC അംഗങ്ങളാവാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തി വിഭാഗീയമായ പ്രവർത്തനം നടത്തിയാണ് ചിലരെ പാർട്ടിയിലേക്ക് എടുത്തതെന്നും ഇവർ ആരോപിച്ചു. ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന സമീപനത്തിനെതിരെയാണ് ആനക്കര ഗ്രാമപഞ്ചായത്ത് അംഗവും CPM മലമൽക്കാവ് ബ്രാഞ്ച് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന സുര മലമൽക്കാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ CPIയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും ഇവർ പറഞ്ഞു. CPMന്റെ CPIഎമ്മിനെ ദുർബലപ്പെടുത്താൻ വ്യക്തികേന്ദ്രിതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്. CPM കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് LC അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തുകയും ദുർബലരായവരെ മാത്രം കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ചെയ്തത് നിലവിലുള്ളവരെ മാറ്റി നിർത്താനും ഒരു അനുഭവ സമ്പത്തുമില്ലാത്ത ഇത്തരം LC നേതാക്കൾ ആഗ്രഹിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സുര മലമൽക്കാവ്, VK മണികണ്ഠൻ, V ഭാസ്കരൻ, ബാലൻ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. സുര മലമൽക്കാവിന്റെ നേതൃത്വത്തിലുള്ള 50ഓളം കുടുംബങ്ങളാണ് CPMൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും ഇവർ വ്യക്തമാക്കി. വേലൂരിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 4 ആടുകൾ ചത്തു. വെങ്ങിലശ്ശേരി സുഭദ്ര നിവാസിൽ ശങ്കരനാരായണ നമ്പ്യാരുടെ ആടുകളാണ് ചത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തെരുവ് നായ്ക്കൾ കൂട്ടമായെത്തി കൂട് തകർത്ത് ആടുകളെ ആക്രമിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നത്. പരിക്കേറ്റ 3 ആടുകളിൽ 2 എണ്ണത്തിന്റെ നില ഗുരുതരമാണ്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പലതവണ ആടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും വീട്ടുകാർ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 2 ആടുകൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് ഉള്ളത്. ആടുകൾ ചത്തതോടെ വീട്ടുകാരുടെ ഉപജീവന മാർഗമാണ് വഴിമുട്ടിയത്.
മേഖലയിൽ ദിവസങ്ങൾക്ക് മുമ്പ് തെരുവുനായ ആക്രമണത്തിൽ 4 ദിവസം പ്രായമുള്ള പശുക്കുട്ടി ചത്തിരുന്നു. അതേസമയം തെരുവുനായ്ക്കളുടെ നിരന്തരമായ ആക്രമണത്തിന് നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ തെരുവുനായ്ക്കൾ പോത്തിൻകുട്ടിയെ കടിച്ചുകൊന്നു. തറയിൽ അലിയുടെ പോത്തിൻകുട്ടിയെയാണ് കൂട്ടമായി എത്തിയ 20ഓളം തെരുവുനായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴാണ് തെരുവുനായ്ക്കൾ കൂട്ടമായി പോത്തിൻകുട്ടിയെ ആക്രമിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ നായ്ക്കളെ ഓടിച്ചെങ്കിലും പോത്തിൻകുട്ടി ചത്തിരുന്നു. അപകട ഭീഷണിയായി മാറിയ കെട്ടിടം പൊളിച്ചു മാറ്റാതെ ഉടമ. നിസ്സംഗതയോടെ പഞ്ചായത്ത് അധികൃതർ. ചൂണ്ടൽ പഞ്ചായത്തിൽ തൃശൂർ കുന്നംകുളം റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് അപകടാവസ്ഥയിൽ തുടരുന്നത്. പഞ്ചായത്തിന്റെയോ മറ്റു വകുപ്പുകളുടെയോ യാതൊരുവിധ അനുമതിയുമില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടമാണ് സമീപത്തെ കുടുംബങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത്. ആവശ്യത്തിന് സിമന്റും മണലും ഉപയോഗിക്കാതെ തട്ടിക്കൂട്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും സമീപത്തെ വീടുകളിലേക്ക് അടർന്നു വീഴുന്ന സ്ഥിതിയാണുള്ളത്. 1 വർഷം മുൻപ് സമീപത്തെ വീട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥ സംഘം കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണെന്നും വേണ്ടത്ര ബലമില്ലാത്തതാണെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ നോട്ടീസ് നൽകി 1 വർഷം പിന്നിടുമ്പോഴും കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉടമ തയ്യാറായിട്ടില്ല. നോട്ടീസ് നൽകിയ പഞ്ചായത്ത് അധികൃതരാകട്ടെ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയും ചെയ്തിട്ടില്ല. മറ്റൊരു മഴക്കാലം കൂടി പടിവാതിലിൽ എത്തി നിൽക്കെ ആവശ്യത്തിന് സാമഗ്രികൾ ഉപയോഗിക്കാതെ നിർമ്മിച്ച കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താം എന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കേവലം 200 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം പൊളിഞ്ഞു വീണാൽ സമീപത്തെ വീടുകളുടെ മുകളിലേക്കാണ് പതിക്കുക. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് വൻ ദുരന്തമായിരിക്കും. CCTV ന്യൂസ്, കേച്ചേരി. കടവല്ലൂർ കൊരട്ടിക്കരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചാലിശ്ശേരി കവുക്കോട് സ്വദേശി അറയ്ക്കൽ വീട്ടിൽ ഹാരിസിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 10:30-ആയിരുന്നു അപകടം. ചങ്ങരംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് വന്നിരുന്ന കാറും എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. കൃഷി ചെയ്യാൻ പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് പുന്നയൂർ തറയിൽ 72 വയസ്സുള്ള അബ്ദുൾ റഹ്മാൻ. പ്രവാസിയായ അബ്ദുൾ റഹ്മാൻ നേരം പോക്കിനായാണ് തൊടിയിലിറങ്ങിയതെങ്കിലും ഇപ്പോൾ കൃഷിയിൽ സജീവമാണ് ഇദ്ദേഹം. മുപ്പത് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് നേരം പോക്കിനായി തൊടിയിലേക്കിറങ്ങി ചെടികൾ നടാൻ തുടങ്ങിയത്. പിന്നീട് പച്ചക്കറികൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി. മണ്ണറിഞ്ഞ് വിളവ് ലഭിക്കാൻ തുടങ്ങിയതോടെ കൃഷി നെഞ്ചോട് ചേർക്കുകയായിരുന്നു അബ്ദുറഹ്മാൻ. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ തൊടിയിൽ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ടി വരും. വിവിധതരം അലങ്കാര ചെടികൾ, വെണ്ട, വഴുതന, പടവലം തുടങ്ങി പച്ചക്കറികൾ, വിദേശയിനം ഫ്രൂട്ട്സ്, പക്ഷി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങി തിരക്കോട് തിരക്കാണ് അബ്ദുൾ റഹ്മാന്. ജോലിക്കായി ഒരു സഹായി ഉണ്ടെങ്കിലും രാവിലെ പറമ്പിലിറങ്ങി നനയും പരിപാലനവുമെല്ലാം ചെയ്യും. കൂട്ടിന് ഭാര്യ സെഫിയയും ഒപ്പമുണ്ട്. കൃഷിക്കായി ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും ലഭിക്കാറുണ്ടെന്നും അബ്ദുറഹ്മാൻ പറയുന്നു. ഏകദേശം ഒരു 20 വർഷത്തോളം ആയിട്ടുണ്ട് ഇത്ര കാര്യമായിട്ട്. ബേഡ്സൊക്കെ ഒരു 10 വർഷം. അതിന് മുന്നേ പ്രാവുകളുണ്ടായിരുന്നു. നല്ലോണം ഒരു 100 പ്രാവുകളുണ്ടായിരുന്നു. 100 കോഴികളുണ്ടായിരുന്നു. ഒക്കെ നിർത്തി ബേഡ്സാണ് ഇപ്പോൾ കുറേ കൂടുതൽ ബേഡ്സും. പിന്നെ പച്ചക്കറി ഉണ്ടായിരുന്നു. പച്ചക്കറി ഇപ്പോൾ ഒന്ന് കുറച്ചിരിക്കുന്നു. ഫ്രൂട്ട്സ് ചെടികളിലേക്ക് മാറും. എല്ലാ സഹായങ്ങളും കൃഷി വകുപ്പിച്ചില്ല. എനിക്ക് അവരാൽ പറ്റുന്ന എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് തരുന്നു. മികച്ച കർഷകനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആത്മ അവാർഡ്, പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. പച്ചക്കറിക്ക് പുറമെ പേര, മൂസമ്പി, ഓറഞ്ച്, വിദേശീയിനം ഫ്രൂട്ട്സായ സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്, അഭിയു എന്നിങ്ങനെയും തൊടിയിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പക്ഷി വളർത്തലും ഇദ്ദേഹത്തിന്റെ ഹോബിയാണ്. കോക്ടെയിൽ, ജാവ, സൺകോണർ, യെല്ലോ ഹാമർ തുടങ്ങിയ ഇനം പക്ഷി വളർത്തലും വിൽപ്പനയും ഉണ്ട്. അക്വാപോണിക്സിലൂടെ മത്സ്യകൃഷിയും നടത്തുന്നുണ്ട്. വിദേശത്തുള്ള 2 മക്കളും ഇദ്ദേഹത്തിന് കൃഷിയിൽ പ്രോത്സാഹനം നൽകാറുണ്ട്. ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഊർജ്ജമാണ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്നും ഇദ്ദേഹം പറയുന്നു. കുട്ടികൾ നല്ല സപ്പോർട്ടാണ്. അവർക്കും ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്.
അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അവരോടും നല്ല സപ്പോർട്ടാണ്. അവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഞങ്ങൾ കൃഷി ചെയ്യാനും ഇതൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകൻ എ വേണുഗോപാലിനെ അനുസ്മരിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിന്റെ ഇന്നലകൾ അറിയുന്ന സമഗ്ര നിഘണ്ടുവായിരുന്നു എ വേണുഗോപാലെന്ന് ചെയർമാൻ അനുസ്മരിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കോർഡിനേറ്റർ രവി ചങ്കത്ത്, വിവിധ സംഘടനാ സാരഥികളായ പി പി വർഗീസ്, ശ്രീകുമാർ പി നായർ, പി ബാലകൃഷ്ണൻ നായർ, ബാലൻ വാറനാട്ട്, ശശി കേനാടത്ത്, ജയശ്രീ രവികുമാർ, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചാഴിക്കുളം ശ്രീജിത്ത് മകൾ തീർത്ഥനിര്യാതയായി 8 വയസ്സുണ്ട്. ലിജിത മാതാവാണ്, പുണ്യ സഹോദരിയാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മിഴി തെളിയാതെ പെരുമ്പിലാവിലെ സിഗ്നൽ കാണാം ഇടവേളയ്ക്കു ശേഷം. വാർത്തയിലേക്ക്. പോർക്കുളം പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറിയുടെ നേതൃത്വത്തിൽ സർഗോത്സവം നടത്തി. അരങ്ങ് 2024 എന്ന പേരിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് CDS തല കലാമത്സരങ്ങൾ നടന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിലുള്ളതിനാൽ ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കി നടന്ന കലാപരിപാടികൾക്ക് CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ, CDS മെമ്പർമാർ, മെമ്പർ സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. കവിതാലാപനം, ഗ്രൂപ്പ് ഡാൻസ്, ഗാനാലാപനം, മോണോ ആക്ട് തുടങ്ങിയ മത്സരങ്ങൾക്ക് പ്രകാശൻ MP, വിപിൻ ദാസ് എന്നിവർ വിധികർത്താക്കളായി. പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. 1ാം സമ്മാനത്തിന് അർഹരായവർ ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കും. കളിമൈതാനങ്ങളിൽ ത്രസിപ്പിക്കുന്ന അനൗൺസ്മെന്റിലൂടെ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന സുൽത്താൻ ഷാൻ കക്കാട്ടരി വ്യത്യസ്തനാകുന്നു. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിയിൽ സമാപിച്ച CSA ഫുട്ബോൾ ടൂർണമെന്റിൽ 27 ദിവസവും അനൗൺസ്മെന്റ് നടത്തിയത് ഷാനാണ്. സാഹിത്യവും പാട്ടും ഫുട്ബോൾ രാജാക്കന്മാരുടെ പേരും പെരുമയും ടീമുകളുടെ പാരമ്പര്യവും കോർത്തിണക്കിയാണ് ഈ 35-കാരൻ കാണികളെ ആവേശം കൊള്ളിക്കുന്നത്. കഠിനകഠോരമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഫുട്ബോൾ താരങ്ങൾക്കൊപ്പം മൈതാനത്തെ മറ്റൊരു താരമാവുകയാണ് ഷാൻ. ഫുട്ബോൾ മത്സരങ്ങൾ ഏറെയും നടക്കുന്ന നവംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഏറെ തിരക്കാണ് ഷാന്. ഹിന്ദി, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, അറബ്, ഉറുദു തുടങ്ങിയ ഭാഷകളിലെ ശബ്ദഗാംഭീര്യത്തോടെയുള്ള ഫുട്ബോൾ അനൗൺസ്മെന്റ് ഷാനെ കേരളത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന അനൗൺസറാക്കി മാറ്റി. 13ാം വയസ്സിൽ നാരങ്ങവെള്ളത്തിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടി കോളാമ്പി മൈക്കിൽ ഉയർന്ന ശബ്ദത്തിൽ അനൗൺസ്മെന്റ് നൽകിയാണ് ആരംഭം. ഈ രംഗത്ത് പെരിങ്ങോട് റഷീദ്, പള്ളിപ്പുറം ദാസൻ എന്നിവരാണ് പിന്തുണ നൽകിയതെന്ന് ഷാൻ പറഞ്ഞു. 2017-18 കാലഘട്ടത്തിൽ അനൗൺസ്മെന്റിനായി കടൽ കടന്ന് ദുബായിലുമെത്തി. 2022-23 സോക്കർ സിറ്റി വോയിസ് ഓഫ് ഇയർ പുരസ്കാരം നേടി. CSA ഫുട്ബോൾ ഫൈനലിൽ PV ഉമ്മർ മൗലവി, KK ശിവശങ്കരൻ, ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, TK സുനിൽകുമാർ, TK മണികണ്ഠൻ, TA രണദിവെ, ബിജു കടവാരത്ത് എന്നിവർ ചേർന്ന് ഷാനെ ആദരിച്ചു. കക്കാട്ടിരി കുരുവെറ്റിഞ്ഞാലിൽ കുഞ്ഞിപ്പ സൽമാ ദമ്പതികളുടെ മകനാണ് ഷാൻ. ഭാര്യ ഫബ്ന, ആദം അബ്രാം ഖുറേശി, ഇസ ഇമ്ര സുൽത്താൻ എന്നിവർ മക്കളാണ്. തന്റെ ശബ്ദമാധുര്യം കൂടുതൽ വേദികളിലെത്തിക്കാനുള്ള സഞ്ചാരത്തിലാണ് ഈ ചെറുപ്പക്കാരൻ. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോളേജ് ചെയർമാൻ കല്ലയിൽ സെയ്ദ് ഹാജി നിർവഹിച്ചു. കേരള സർവകലാശാലയിൽ നിന്ന് PhD നേടിയ പബ്ലിക് ഹെൽത്ത് വകുപ്പിലെ ഡോക്ടർ R രജനിയെയും സൂപ്പർവൈസിംഗ് ഗൈഡ് ആയിരുന്ന ഓർത്തോഡറ്റിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ബിശ്വാസിനെയും ചടങ്ങിൽ ആദരിച്ചു. ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കുന്ന ആദ്യത്തെ ഡെന്റൽ ഫാക്കൽറ്റിയാണ് ഡോക്ടർ രജനി. റോയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ, പ്രിൻസിപ്പാൾ ഡോക്ടർ അനുരാധ സുനിൽ, വകുപ്പ് മേധാവികൾ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഒന്നര വർഷം മുൻപ് കണ്ണടച്ച പെരുമ്പിലാവ് ജംഗ്ഷനിലെ സിഗ്നൽ നന്നാക്കാൻ ഇനിയും അധികൃതർ നടപടി സ്വീകരിച്ചില്ല. കെൽട്രോഡിന് മെയിന്റനൻസ് കരാറുള്ള കാലങ്ങളിൽ സിഗ്നലിന്റെ തകരാറുകൾ വളരെ വേഗം പരിഹരിച്ചിരുന്നുവെന്ന് പറയുന്നു. തൃശൂർ ജില്ലയിലെ 1-2 സിഗ്നലുകൾ ഒഴിച്ചാൽ മറ്റെല്ലാതിന്റെയും അറ്റകുറ്റപ്പണിക്കുള്ള കരാർ മറ്റാരോ കൈവശപ്പെടുത്തിയെന്ന് കെൽട്രോൺ അധികൃതർ പറയുന്നു. ഇവർ ആരെന്നോ
കരാർ വ്യവസ്ഥകൾ എന്തെന്നോ ആർക്കും വ്യക്തമല്ല. മഴക്കാലം തുടങ്ങുകയും സ്കൂൾ തുറക്കുകയും ചെയ്യുന്നതോടെ ജംഗ്ഷനിൽ വാഹനങ്ങളുടെയും കാൽനടയാത്രക്കാരുടെയും തിരക്ക് വർദ്ധിക്കുമ്പോൾ അപകടങ്ങൾക്ക് സാധ്യതയും ഏറുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പെരുമ്പിലാവിലൂടെ നൂറുകണക്കിന് കുട്ടികളാണ് ദിവസവും യാത്ര ചെയ്യുന്നത്. അക്കിക്കാവ് ജംഗ്ഷനിലെ സിഗ്നലിന്റെ സ്ഥിതിയും ഇതുതന്നെയാണ്. ഒരു വർഷത്തോളമായി ഇവിടെയും സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട്. ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ അത് കഴിയും വരെ ഈ ജംഗ്ഷനിൽ സിഗ്നലിന് പ്രസക്തിയില്ല. സംസ്ഥാനപാതയിലെ പ്രധാന ജംഗ്ഷനുകളാണ് രണ്ടും. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ ഭീതിയോടെയാണ് ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മണ്ണ് നിറഞ്ഞ അപകടാവസ്ഥയിലായ റോഡ് വൃത്തിയാക്കി തയ്യൂർ 3-ാം വാർഡിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപമുള്ള വളവിലാണ് മഴ പെയ്തതോടെ മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയത്. ഇതോടെ ബൈക്ക് യാത്രികർ തെന്നി വീഴുന്ന സ്ഥിതിയായിരുന്നു. മഴക്കാലമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി പലതവണ വാർഡ് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പറയുന്നു. റോഡിന് ഇരുവശവുമുള്ള കാനകളും നീർച്ചാലുകളും വൃത്തിയാക്കാത്തതാണ് മഴവെള്ളം ഒഴുകിപ്പോകാത്തതിന് കാരണമാകുന്നതെന്ന് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് PH അൻസാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി CS ശരത്, ബൂത്ത് സെക്രട്ടറി ജിൽഷാദ്, സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. കരുണ വറ്റാത്തവരുടെ കാരുണ്യ കൂട്ടായ്മയിൽ ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പെൻഷൻ വിതരണം നടന്നു. ചാവക്കാട് അഞ്ചങ്ങാടിയിലായിരുന്നു 149ാമത് പെൻഷൻ വിതരണം. നിർധന വിധവകൾ, അനാഥർ, ഒറ്റപ്പെട്ടുപോയവർ, മാനസിക അസ്വസ്ഥതയുള്ളവർ, ബുദ്ധിക്കുറവുള്ളവർ, പ്രായമായ നിർധനരായ അച്ഛനമ്മമാർ, കിടപ്പുരോഗികൾ, ഭിന്നശേഷിക്കാർ, മാരക രോഗബാധിതർ തുടങ്ങി സമൂഹത്തിലെ താഴെത്തട്ടിൽ ദുരിതപ്പെടുന്നവർക്കായി കഴിഞ്ഞ 14 വർഷമായി തുടർച്ചയായി എല്ലാ മാസവും നടത്തിവരുന്ന സ്നേഹനിധി പ്രതിമാസ പെൻഷൻ വിതരണമാണ് അഞ്ചങ്ങാടിയിൽ നടന്നത്. 1 ലക്ഷത്തോളം രൂപയാണ് പെൻഷനായി വിതരണം ചെയ്തത്. പദ്ധതിയിലേക്ക് സഹായിക്കുന്നവർക്കും പദ്ധതിക്കുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. ഷെൽട്ടർ ഗൾഫ് ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് CS ജബ്ബാർ ഖത്തർ ഉദ്ഘാടനം നിർവഹിച്ചു. ഷെൽട്ടർ പ്രസിഡന്റ് TK ഗഫൂർ ഹാജി അധ്യക്ഷനായി. ഷെൽട്ടർ രക്ഷാധികാരി P ഷാഹു ഹാജി, ഗൾഫ് ചാപ്റ്റർ എക്സിക്യൂട്ടീവ് മെമ്പർ അലി ചിന്നക്കൽ എന്നിവർ മുഖ്യാതിഥികളായി. ഷെൽട്ടർ ജനറൽ സെക്രട്ടറി PK ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരി CBA ഫത്താഹ്, വൈസ് പ്രസിഡന്റ് KMS ലത്തീഫ് ഹാജി, VA റഫീഖ് ചേറ്റുവ, താജുദ്ദീൻ കറുപ്പമീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. KI നൂറുദ്ദീൻ, PK സെയ്ദ് മുഹമ്മദ്, KM ഹുസൈൻ, ഷിഹാബുദ്ദീൻ പണിക്കവീട്ടിൽ, PS ഷറഫുദ്ദീൻ, ബുഷറ, സരസു തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ചാവക്കാട്. പുന്നേർകുളം മന്നലാംകുന്നിൽ അജ്ഞാതക്കാർ ബൈക്കിന് പുറകിൽ ഇടിച്ച് അപകടം. യുവാവിന് പരിക്കേറ്റു. പാലപ്പെട്ടി സ്വദേശി 32 വയസ്സുള്ള തണ്ടാംകൊളി നിസാറിനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ മന്നലാംകുന്ന് സെന്ററിൽ വെച്ചായിരുന്നു അപകടം. അപകടം വരുത്തിയ കാർ നിർത്താതെ പോയി. പരിക്കേറ്റ നിസാറിനെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം. കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. പുന്നയൂർ പഞ്ചായത്ത് 2-ാം വാർഡ് റിഥം അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിലും A+ നേടിയ ആര്യശ്രീയെ അനുമോദിച്ചു. 2-ാം വാർഡിലെ റിഥം അയൽക്കൂട്ടാംഗത്തിന്റെ മകളും ബാലസഭാ സെക്രട്ടറിയുമാണ് ആര്യ. പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ഉപഹാരം നൽകി ആദരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ്, അയൽക്കൂട്ടം സെക്രട്ടറി ഷീബ വിജയൻ, പ്രസിഡന്റ് മൂസന ഷാഫി, അയൽക്കൂട്ടാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നവമാധ്യമ കാഴ്ച. ചില കാഴ്ചകൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാവില്ല യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ. കഴിവുള്ളവരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഒറിജിനാലിറ്റിക്കു പിന്നിൽ. പെങ്ങാമുക്ക് നിന്ന് അശ്വിൻ കൃഷ്ണ നൽകിയ ദൃശ്യം.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6745 രൂപ, പവന് 53,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 92 രൂപ. ചരമം. പാറന്നൂർ പുളിക്കൽ പ്രേമദാസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 നടക്കും. മല്ലിക ഭാര്യയാണ്. സന്ദീപ്, സുദീപ്, ദീപ എന്നിവർ മക്കളാണ്. കുന്നംകുളം ഗാന്ധിജി നഗർ മുളയ്ക്കൽ പരേതനായ അപ്പു ഭാര്യ മറിയാമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി ബീനാഗൽ സെമിത്തേരിയിൽ നടന്നു. ലിബിനി മകനും മുൻ നഗരസഭാ കൌൺസിലർ ബീന ലിബിനി മരുമകളുമാണ്. തയ്യൂർ കോലോത്തൊടി ജോയ് മകൻ ബിനു നിര്യാതനായി. 40 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഡൌമി ഭാര്യയാണ്. ഇവാനിയ, ഏഞ്ചൽ, ഏദൻ എന്നിവർ മക്കളാണ്. പെഞ്ഞാമുക്ക് പരേതനായ കൊള്ളന്നൂർ പാപ്പച്ചൻ മകൾ ഷെർലി എന്ന പ്രേമ ബാംഗ്ലൂരിൽ നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ഹുസൂർ ഇന്ത്യൻ ക്രിസ്ത്യൻ സെമിത്തേരിയിൽ നടക്കും. പരേതയായ ബേബി തോമസ്, ജോയ് സ്റ്റാൻലി, വത്സല ജേക്കബ്, വിൽസൺ, ജോയ്, നിഷി ടോം, ബീന ലാലു എന്നിവർ സഹോദരങ്ങളാണ്. എരുമപ്പെട്ടി നെല്ലുവായി വടക്കേതിൽ പരേതനായ രാമൻ മകൻ രാജൻ നിര്യാതനായി. 40 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. നിഷ ഭാര്യയാണ്. അശ്വതി മകളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ നീക്കം. ജനസംഖ്യാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം അനിവാര്യമെന്ന ഘട്ടത്തിലാണ് നടപടി. സർക്കാർ സ്കൂളുകളിൽ യൂണിഫോമും പാഠപുസ്തകവും എത്തിയെങ്കിലും വിതരണം ആരംഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ. വേലൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 4 ആടുകൾ ചത്തു. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ തെരുവുനായ്ക്കൾ പോത്തിൻകുട്ടിയെ കടിച്ചുകൊന്നു. തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വൈശാഖമാസത്തിലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം നടത്തുന്നതിനായാണ് സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം തീരുമാനിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, കുന്നംകുളം.